ദേ ഇപ്പോൾ ശരിയാക്കി തരാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളഞ്ഞമ്പലം എറണാകുളത്ത് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പ്രിയദർശൻ്റെ ചന്ദ്രലേഖ ഗംഭീര സിനിമയാണ്, കോമഡിയാണ് ഫുള്ള്. അപ്പോൾ അതിൽ ലാലേട്ടൻ നമ്മുടെ ശ്രീനിവാസനെടുത്ത് ഒരു ഹോസ്പിറ്റൽ സീക്വൻസ് കഴിഞ്ഞ് സുകന്യമായിട്ടുള്ള ഹോസ്പിറ്റൽ സീക്വൻസ് കഴിഞ്ഞ് വന്ന് ശ്രീനിവാസനോട് പറയുന്ന ഒരു ഡയലോഗാണ്. സ്പീഡിൽ ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് കുട്ടികൾക്ക് കൊടുത്ത് അവരെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. എന്താ പേര്? അദ്വൈത്. അദ്വൈത് എവിടെയാണ് നാട്? പത്തനംതിട്ട. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. പാട്ട് കൊടുക്കും? ഇല്ല. റെഡി ആക്ഷൻ. ഇന്നലെ പാതിയത്തെ ഒരു ശവത്തിനെ നാട്ടുകാരെല്ലാം കൂടെ എൻ്റെ മടിയിലേക്ക് വെച്ച് തന്നില്ലേ, അതിനെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി. എന്നിട്ട് അല്ല ഞാൻ കംപ്ലീറ്റ് ഇട്ട് പോയി. റെഡി, ഒരു സെക്കൻഡ് സാറേ. ഇന്നലെ പാതിയത്തെ ഒരു ശവത്തിനെ കൊണ്ട് നാട്ടുകാരെല്ലാം കൂടെ എൻ്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ, അതിനെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ കുറെ കടലാസി ഒപ്പിടാൻ തന്നു. ആ വെപ്രാളത്തിന് ഞാൻ ഒപ്പിട്ടു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആയിരുവായി. ഇനി പഴഞ്ചൊല്ലായാലും ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. എന്നിട്ട് അവിടുത്തെ പെട്ടി എല്ലാരും കൂടെ എന്റെ തലയിലോട്ട് വെച്ചു. ഞാൻ അതുകൊണ്ട് കുത്തിയിരുന്നു. അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടാൻ പോയപ്പോഴത്തേക്കും അവിടെ ഒലക്കയുടെ മൂടിലെ മാമൻ അല്ലേ പഴഞ്ചൊല്ലായാലും എന്നെ അന്വേഷിച്ച് കുറെ പോലീസുകാർ വന്നു. മൊത്തം കയ്യിൽ പോയി. വേണ്ട കളിയാക്കണ്ട. ഹൈഡ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ. ചീത്ത ഹൈഡ്രോസ് മഹാപശ. ആ പെട്ടിയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിന്നപ്പം ആര് വന്ന്? മാമ. നിന്റെ മുടിഞ്ഞ മാമ കുറെ പോലീസുകാരുമായിട്ട് അവരുടെ കണ്ണി പണ്ടെന്ന് കരുതി ഞാൻ നിധി ആക്കുന്ന ഭൂതത്തെ പോലെ പെട്ടിയെ കെട്ടിപ്പിടിച്ച് അവിടെ കുത്തിയിരുന്നു. നേരം വെളുത്തപ്പോ അവിടെ തന്തയും ബാക്കിയുള്ളവരും എല്ലാം കൂടെ വന്ന് എന്റെ കാലേ വീണു. മാധവൻ ഇന്നും എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? ഇയാളെ ഒരു ബുദ്ധിമോശക്കാരനായിട്ട് താൻ കണക്കാക്കിയാ മതി. അവിടെ തന്തയും ബാക്കിയുള്ളവരും എല്ലാം കൂടെ ആശുപത്രിയിലേക്ക് വന്നു. എന്നിട്ട് എന്നെ കണ്ട് എന്റെ കാലേ വീണു. അവിടെ തന്ത. എന്നിട്ട് ഞാൻ അവിടുന്ന് തലയും കുത്തി താഴോട്ട്. അല്ലേ ഞാൻ തലയും കുത്തി അല്ല ആ പുള്ളി തലയും കുത്തി തന്ത തലയും കുത്തി താഴോട്ട്. ഉറപ്പിക്കാം. കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. ഓക്കെ, അപ്പോ മുണ്ടിൽ ചെളി പുരളരുത് പറ. ഡയലോഗ് മതിയായിരുന്നു. മുണ്ടിൽ ചെളി പുരളരുത്. 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 പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ ഒരു പാട്ടോടി മഹാദേവന്റെ മനോഹരമായ ഒരു പാട്ടോടി ഇല്ല. എനിക്ക് അങ്ങനെ പാട്ടില്ല. ഞാൻ പാട്ട് എനിക്ക് അറിയാം. ശരി, എന്നാ ആക്ടിങ്ങിലേക്ക് പോവാം. റെഡി ആക്ഷൻ. ഇന്നലെ രാത്രിയില് ആദ്യത്തെ ഒരു ശാപം, ചത്ത ശാപത്തിന്റെ അടുത്ത് എന്റെ മടി നാട്ടുകാരിട്ട് തന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അതിനെ കൊണ്ട് ആശുപത്രി പോയി. ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ കുറെ പണ്ടാരങ്ങൾ എന്നെ പിടിച്ച് ആശുപത്രി കയറ്റി. എന്നിട്ട് കുറെ കൂടെ ആരും പോയില്ല. കുറെ പേപ്പറിന്റെ ഒപ്പിടാൻ പറഞ്ഞു. ഞാനാണ് ആ പേപ്പർ ഇങ്ങോട്ട് ഒപ്പിടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് ഞാൻ അവിടെ നായരായല്ലോ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു പെട്ടി കൊണ്ട് എന്റെ തന്നു. ഞാൻ അത് പിടിച്ച് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എന്നാ പെട്ടി കൊണ്ട് അങ്ങ് പോയേക്കാന്ന് ഓർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ മറ്റേ മുടിഞ്ഞ മാമ അവിടെ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് വന്നു. അപ്പൊ പുള്ളിയുടെ കണ്ണിൽ പെടണ്ടെന്ന് ഓർത്ത് ഞാൻ പോകാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും
അല്ല പോകാൻ തുടങ്ങാൻ പറ്റിയില്ല. അപ്പത്തേനും പോലീസുകാര് ഇവനെ പിടിച്ച് വണ്ടിയിലെടുത്തടാ. ഇവന്റെ എന്തോ ഒരു കിളി പറഞ്ഞിട്ട് വണ്ടി എടുത്താ അടുത്ത റിസോർട്ടിൽ പോയി എന്നെ പറ്റിയാ നോക്കാം. പെട്ടി കെട്ടിപ്പിടിച്ച് അവിടെ കണ്ടിരുന്നു. അവിടെ ഇരുന്നു. അല്ല എങ്ങനെയില്ലെന്ന് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വെളുത്തു. അപ്പത്തേക്ക് അവളുടെ അപ്പന്റെ കൂട്ടുകാരെല്ലാരും കൂടെ വന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ബഹളമൊക്കെ ആയി. അവളുടെ അപ്പം വന്നെന്റെ കാലേ വീണു. ബഹളം വരൂലോ. അങ്ങനെ അവളുടെ അപ്പം വന്നെന്റെ കാലേ വീണു. അവിടെ നിന്ന് താഴെ വീണു. ശകലകലാവല്ലഭൻ. സിമ്പിൾ സാധനം തരാം. വളതല വളവിൽ. എന്റെ പൊന്നെ അത് തന്നെ എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ നാക്ക് വിറക്കുക. നാക്ക് വിറയ്ക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ഇനി ഞാൻ വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് സിമ്പിൾ ഒരു കാര്യം തരാം. പഠിക്കേണ്ടതായിട്ടുള്ളൂ. നീ ആയോണ്ട് അത് പറഞ്ഞു. പഠിക്കേണ്ടതായിട്ടുള്ളതോ? ഇത് തന്നെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടതില്ലാത്തതായിട്ട്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? പഠിക്കേണ്ടതായിട്ടുള്ളത്. പഠിക്കേണ്ടതാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടാത്തതുള്ളത്. അതെനിക്കറിയത്തില്ല. ഞാൻ പോട്ടെ. ഇത്ര എന്നെ കൊണ്ട് പറ്റുന്നുള്ളൂ. പഠിക്കേണ്ടതാകാത്തതായിട്ടുള്ളത്. നീ വിട്ടോ അതാ ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പേരെന്താ? അമൽ. ഇവിടെ ഏത്? ഞാൻ ലോജിസ്റ്റിക്സ്. കണ്ണൂർ. അഭിനയം തുടങ്ങാം. പാട്ട് പാടും? ഇല്ല. റെഡി ആക്ഷൻ. ഇന്നലെ രാത്രി പാതിച്ചത്തൊരു ശവത്തിന് എല്ലാവരും കൂടി എന്നെ തലയിലേക്ക് വെച്ചെന്നില്ലേ. എന്നിട്ട് ഞാൻ അതിനെടുത്ത് നേരെ ആശുപത്രിയിലേക്ക് പോയി. അവിടുന്ന് കുറേ പണ്ടാരങ്ങൾ എന്നെ ഒരു ആശുപത്രിയിലേക്ക് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ എപ്പോഴത്തിൽ അതിലൊക്കെ ഒപ്പിടുകയും ചെയ്തു. അതോടെ ഞാൻ അവളുടെ നായരുമായി. സത്യത്തിൽ എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നിട്ട് ഒരു ബാഗ് എൻ്റെ കയ്യിൽ വെച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതും കൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നിന്റെ മുടിഞ്ഞ മാമ കുറെ പോലീസുകാരായിട്ട് അവിടെ കറങ്ങുന്നുണ്ടായിരുന്നു. ഒലക്കട മൂടും അന്വേഷിച്ച് അവിടെ നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ മുന്നെപ്പറ്റി കണ്ണിപ്പെടണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതും കെട്ടിപ്പിടിച്ച് നിധിയാക്കുന്ന പോലെ അവിടെ തന്നെ ഇരുന്ന്. രാവിലെ ആകുമ്പോൾ അവളുടെ അച്ഛനും നാട്ടുകാരും കൂടി അലസിയാലി ആശുപത്രിയിലേക്ക് വന്നു. എന്നെ കണ്ടതും അച്ഛൻ അലസിയാലി മടിയിലേക്ക് വീണു. അവിടെ നിന്ന് തലയും കൂടി താലേക്ക്. ഒറ്റെടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ ഒരു 50 കൂടി അതൊക്കെ മതി. 2 ദിവസം പഠിപ്പിച്ചതിന്റെ പകുതി പറഞ്ഞില്ലേ തള്ള. നീ നിന്റെ അപ്പനെ എങ്ങനെയാണ് ഗതി പിടിക്കുന്നത്? ഒരു നേരത്തേണ്ടികള് പന്നികള്. എന്താണ് ശ്രീധന്യ. എവിടെ നാട്? ഇവിടെ എറണാകുളം. അപ്പൊ റെഡി, നമുക്ക് ആക്ടിംഗിലേക്ക് പോവാം. റെഡി ആക്ഷൻ. ഇന്നലെ രാത്രി പാതി ചത്തൊരു ശവത്തിനെ നിങ്ങളെല്ലാവരും കൂടെ എന്റെ തലയിലോട്ട് വെച്ച് തന്നില്ലേ? അതിനെയും താങ്ങി എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ല. ഒന്നുകൂടെ പറയാം. കുട്ടിക്കിനെ ശരിക്കും അറിയാൻ പാടില്ലാണ്ട. ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ച അതിന്റെ അവസാനം കണ്ടിട്ട് ഞാൻ പിന്മാറുള്ളൂ. ഇന്നലെ രാത്രി പാതി ചതുര ശവത്തിനെ നിങ്ങളെല്ലാവരും കൂടെ എന്റെ മടിയിലോട്ട് വെച്ച് തന്നില്ലേ? അതിനെയും താങ്ങി പിടിച്ച് ഞാൻ ആശുപത്രിയിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ പിടിച്ച് വലിച്ച് ആശുപത്രി കയറ്റി. അവിടുന്ന് ഏതാണ്ട് ചവർ പേപ്പറിലേക്ക് എന്നോട് ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഞാൻ അതിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് തന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ കുറെ പോലീസുകാരായിട്ട് ഒലക്കട മൂടും അന്വേഷിച്ച് അവിടെ എത്തി. അവരുടെ കണ്ണി പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പെട്ടിയും കൊണ്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കുത്തിയിരുന്നു. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ പടകളും കൂടെ അലച്ചും കെട്ടി ആശുപത്രിയിലേക്ക് വന്നു. എന്നെ കണ്ടത് അലച്ചും കെട്ടി കാലിലേക്ക് വീണു. അവിടുന്ന് നേരെ താഴത്തോട്ടും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കരളി അല്ല കളരി. എന്താ രോഗി ഛർദിച്ചതും പാല്, വൈദ്യൻ ഛർദിച്ചതും പാല് ശരിയല്ലേ?
നീ എന്താ ഉദ്ദേശിച്ചത്? കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. എനിക്കിട്ട് പണി തരാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കണം. ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും. ഒന്നും കൂടെ. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. കേരളത്തിന്റെ കരളിന്റെ കുളിരാണ് കളരി. എങ്ങനെ ഉണ്ടോ? കറക്റ്റ് അല്ലേ? അതാണ് കുഞ്ഞച്ചൻ. നാഫിയ. അല്ല, ഇവരുടെ ഹെഡാണ് മെന്റേഴ്സിന്റെ. ഇവിടെ ഫോർട്ട് കൊച്ചി തന്നെയാണ്. വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിതനതര കാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി അരുമസഹിതനതര കാന്തിയോ ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം പൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു മുഖമാമിൻ മനസ്സിൽ രാഗമായി നീ ഉണർന്നു മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയ മൃദുല തന്ത്രീന്തി ദേവാമൃതം വൈശാഖസന്ധി നിൻ ചുണ്ടിലെന്തി ഹരുമസഹിതനതര കാന്തിയോ. സാറ് ഞെട്ടണ്ട. ദൈവം തമ്പുരാൻ മനസ്സ് വെച്ച ഇതല്ല ഇതിലപ്പുറവും നടക്കും. ഇന്നലെ രാത്രി പാതിചത്ത ഒരു ശവത്തെ എൻ്റെ മടിയിൽ വെച്ച് തന്നില്ലേ, അതിനെയും വലിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിയിലേക്ക് പോയി. അവിടെ നിന്ന് എല്ലാവരും കൂടി എന്നെ ആശുപത്രിയിലേക്ക് വലിച്ചു കയറ്റി. കുറെ ചവറ് പേപ്പറുകളിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. അപ്പോഴത്തെ വെപ്രാളത്തിൽ ഞാൻ അതിലെല്ലാം ഒപ്പിട്ടു. അങ്ങനെ ഞാൻ അവളുടെ നായരുമായി. അതെ, നിന്റെ ഒരു ഫുൾ സൈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എനിക്ക് തരൂ. എന്നത്തിനാ? രൂപക്കൂടിനടുത്ത് വെച്ച് പൂജിക്കാനോ? എന്റെ ഈശോയെ. പിന്നെ ഒരു പെട്ടി എടുത്ത് എന്റെ തലയിൽ വെച്ച് എന്നിട്ട് അവിടെ കുത്തിയിരിക്കാൻ പറഞ്ഞു. ആ പെട്ടിയുമായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ച് കുറെ പോലീസുമായിട്ട് കറങ്ങി നടക്കുന്നു. അവരെ കണ്ണിൽപ്പെട്ട് പുലിവാലാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ പെട്ടിയും കെട്ടിപ്പിടിച്ച് അവിടെ കുത്തിയിരുന്നു. നേരം വെളുത്തപ്പോൾ അവളുടെ തന്തയും കുറെ ആളുകളും അലറി വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി വന്നു. അവളുടെ തന്ത എന്നെ കണ്ടതും എൻ്റെ കാലിലേക്ക് വീണു. അവിടെ നിന്ന് താഴോട്ടു. ആണോ? ഓക്കെ മച്ചാനെ, കഴിഞ്ഞു. എഴുന്നേറ്റ് വെട്ടി വയ്ക്കാം. എന്താ പേര്? ജോസ്. ജോസ് എവിടെയാണ്? കണ്ണൂർ. ഇവിടെ ഏതിനാണ്? ലോജിസ്റ്റിക്സ്. റെഡി, ആക്ഷൻ. ഇന്നലെ രാത്രി പാതി ചത്ത ശവത്തിന് എല്ലാവരും കൂടെ എന്റെ മടിയിൽ വെച്ച് തന്നു. അതിന്റെ തല ചുവന്ന് ആശുപത്രിയിലേക്ക്. ഞാൻ പ്രതീക്ഷിച്ചു ഈ റിയാക്ഷൻ. അപ്രതീക്ഷിതമല്ലേ? താങ്ങി ആശുപത്രിയിലേക്ക് പോയി. അവിടുന്ന് എന്നെ വലിച്ചുള്ളിൽ കയറ്റി. എന്നിട്ട് കുറെ ചവറ് പേപ്പറിൽ സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ വെപ്രാളത്തിൽ എല്ലാത്തിലും ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഒരു ഒപ്പിട്ട് കൊടുത്തപ്പോൾ അവളുടെ നായരായി. ഒരു പെട്ടിയെടുത്ത് എന്റെ തലയിൽ വെച്ച് തന്നു. നിധിയാക്കുന്ന ഭൂതത്തെ പോലെ അതും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. നിന്റെ രൂപത്തിൽ എന്റെ ജീവിതം എടുത്ത് പന്താടുകയാണ്. ഇനി ആരൊക്കെ പന്താടാനിരിക്കുന്നോ? അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോ എന്ത് സംഭവിച്ചു? നിന്റെ മാമ ഒലക്കയുടെ മൂടും തപ്പി കുറെ പോലീസുകാരുമായിട്ട് അതിലേക്ക് ഇറങ്ങി കിടക്കുന്നു. അവരെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി ആ കെട്ടിയും കെട്ടിപ്പിടിച്ച് അവിടെ പെട്ടിയും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു. എന്ത് കാക്കുന്ന? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അവിടെ നിന്നു. ആ നേരം വെളുത്തപ്പം അവളുടെ അച്ഛനാ അച്ഛനും ബന്ധുക്കളും അലറി വിളിച്ച് ഓടി വന്നു. എന്റെ കാലേ വീണു. എന്നെ കണ്ടതും കാലേ വീണു. അവിടുന്ന് മറിഞ്ഞ് താഴെ വീണു. അവിടെ തലകുത്തി താഴെ വീണു. എങ്ങനെയുണ്ട് വേലായുധൻ തമ്പി?
അതിനിപ്പോ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാ, ഇനി നമ്മൾ തമ്മിൽ പരസ്പരം പാരവപ്പൊന്നും വേണ്ട. അതിനെ വിറക്കും. എനിക്ക് വിറച്ചിട്ട് വയ്യത്. അതെന്താ സിമ്പിൾ. പേരെന്താണ്? അക്ഷയ്. അക്ഷയ് എവിടെയാണ്? കണ്ണൂരാണ്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. ഓക്കെ. അക്ഷയ് ആക്ഷൻ. ഇന്നലെ രാത്രി ഒരു ശവത്തിനല്ലേ നാട്ടുകാരെല്ലാം കൂടിയിട്ട് ശവത്തിന് ഇത്രയും കാലം പൂച്ചയെ പോലെ നടന്നിട്ട് ഒരു കാര്യം വന്നപ്പോ സട കൊടുത്ത് എണീറ്റല്ലോ. ഇന്നലെ രാത്രി ആദ്യത്തെ ഒരു ശവത്തിന് നാട്ടുകാരെല്ലാം കൂടി എന്റെ തലയിൽ വെച്ച് തന്നില്ല. തലയിലോ മടിയിലോ? മടിയിലായാലും തലയിലും വെച്ച് തന്നില്ല. ഞാൻ എന്തിനേയും ചുമന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ കണ്ട ചപ്പ് ചവറിലെല്ലാം ഒപ്പിടാൻ പറഞ്ഞു. അകത്തോട്ട് കയറ്റിട്ടല്ലേ? അകത്തോട്ട്. അതിനുശേഷം അകത്തോട്ട് കയറ്റി കണ്ട ചവറിലുള്ള തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. കണ്ട ചപ്പ് ചവറിലെല്ലാം ഒപ്പിടാൻ പറഞ്ഞു. പിന്നീട് ഞാൻ അവരുടെ നായരുമായി. അവളുടെ നായരു ആയി. എന്നിട്ടൊരു പെട്ടിയും തലയിൽ ചുമന്നോണ്ട് തലയെ വെച്ച് ഞാൻ അതും ചുമന്നോണ്ട് അവിടെ ഇരുന്നു. ഇത് ഞാൻ കലക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. ഞാൻ അതും കൊണ്ട് രക്ഷപ്പെടാന്ന് വെച്ചപ്പോ നിന്റെ മാമയും കുറെ പോലീസുകാരും കൂടി ഒലക്കയുടെ മൂടും താങ്ങി പിടിച്ച് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. താങ്ങി പിടിച്ചോ? അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണ് പിഴണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ കുത്തിയിരുന്നു. നിധി കാക്കുന്ന ഭൂതത്തിനെ പോലെ കുത്തിയിരുന്നു. രാവിലെ ആയപ്പോ അവളുടെ തന്തയും കുറെ നാട്ടുകാരും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നു. നടന്നല്ലേ വരുവോ? ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ലൊരു സിനിമ എടുക്കും. അലറി വിളിച്ചു വന്നു. എനിക്കറിയില്ല, മതി. എന്നെ കണ്ടതും അയാൾ അലറി വിളിച്ച് എന്റെ കാലിലേക്ക് വീണു. പിന്നെ താഴോട്ടും. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത. ഒത്ത് ചത്ത് കുത്തിയിരുന്നു. ഇത്ര പോരാ. ഒത്ത് ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പനന്തത്ത. പച്ച പനന്തത്ത. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് കുത്തിയിരുന്നു. ചത്തിട്ടെല്ലാം കുത്തിയിരിക്കാൻ പറ്റും. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്ത് കുത്തിയിരുന്നു. ഞാനും പറയണോ? പത്തനാപുരത്ത് 10 പച്ച പനന്തത്ത ഒത്ത് ചത്ത് കുത്തിയിരുന്നു. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവനെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. പേര് ആകാശ്. ആകാശ് എവിടെ? നാട് പാലക്കാട്. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ലോജിസ്റ്റിക്സ്. എന്നാ ശരി, റെഡി. ഡയലോഗ് പഠിച്ചതാ. എന്താ പഠിക്കാൻ ഞാൻ? നീ അപ്പൊ ഇവന്റെ കാര്യം ചെയ്യാം. പഠിക്കാത്ത സ്ഥിതിക്ക് നിനക്ക് ഒരു ടങ് ടെസ്റ്റർ തന്നിട്ട് വിടാം. ഓക്കെ? അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. ഇതാണ് സാധനം. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിലൊരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. നീ ഒടിഞ്ഞൊടിഞ്ഞ് അങ്ങോട്ട് റെഡി, ആക്ഷൻ. റെഡി, 1 2 3 സ്റ്റാർട്ട്. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കുണ്ടിൽ ഉരുണ്ട് വീണു. കിണ്ടിയിലൊരു കിണ്ടി കുഴിയിൽ ഉരുണ്ട് കുണ്ടിൽ വീണു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ബുദ്ധിയുണ്ട്, അത് ഉപയോഗിക്കാനും തുടങ്ങിയിരിക്കണു. വരട്ടെ. നമ്പീശനകത്ത് വ്യായാമം കാണുമല്ലോ അല്ലേ? പഠിച്ച കള്ളനാ ചക്കൻ. ലാസ്റ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് ഓടിപ്പോയി. റെഡി, ആക്ഷൻ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിലൊരു കിണ്ടി കുണ്ടിൽ ഉരുണ്ട് വീണു. അങ്ങനല്ല, എന്നാലും പോട്ട് ഓടി വിട്ടു. സാർ വിട്ടെ, 2 പൊട്ടിച്ചാൽ ഇവനക്ക് നേരെയാവും. ഇവിടെ വെച്ചൊന്നും ചെയ്യണ്ട. തന്റെ ആളാണല്ലോ എന്ന് കരുതിയ, അല്ലെങ്കിൽ ഞാൻ ഇവന്റെ അണ്ടം കലക്കേനെ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ 10-15 പേര് ഇതെല്ലാം കണ്ട് വിവിധ തരം അഭിനയങ്ങൾ കണ്ട് പുതിയൊരു ശൈലിയുമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്തിനാ ഇന്നും വന്നേ? അപ്പോ പേര് ആരതി. ഇവിടുത്തെ സ്റ്റുഡൻസ് മെന്റർ. ഓക്കെ. അപ്പോ എവിടെ നാട്? പള്ളുരുത്തി. പാട്ടുകളൊന്നും കേൾക്കില്ല? പാടില്ല. ചോദിച്ചില്ലല്ലോ, പാട്ടുകളൊന്നും കേൾക്കില്ലേ? ശരി എന്നാ
നമുക്കൊരു അമേക്കബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. പാട്ട് പാടും കേക്കില്ല, പാടില്ല. പാടും കേൾക്കില്ല. എല്ലാവരും പാട്ട് പാടും. പാടൂല പാടൂല പാട്ട് പാടുമെന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. റെഡി, ആക്ഷൻ. എന്ത് ഓക്കെ സാറേ? ഗംഭീരം, കലക്കി. ശരി, വിളിക്കാം. ഇന്നലെ പാതി ചത്തൊരു ശവത്തിനെ എൻ്റെ മടിയിൽ വെച്ച് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അകത്തേക്ക് കയറ്റിയിട്ട് കുറച്ച് പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. ചവറ് പേപ്പറിൽ അവര് പറഞ്ഞതുപോലെ ഒപ്പിട്ട് കൊടുത്തു. അപ്പൊ ഒരു പെട്ടിയും തന്നിട്ട് അവിടെ നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ആ പോയ മുതലിനൊക്കെ സഹിക്കണ്ടേ? പെട്ടി തന്നിട്ട് അവിടെ കുത്തിയിരിക്കുന്നോളം പറഞ്ഞ് അതുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോ നിന്റെ മാമ വന്ന് പോലീസ് കൊറേ പോലീസുകാരായിട്ട് വന്ന് ഒലക്കയുടെ മൂട് അന്വേഷിച്ച് അപ്പൊ അവരുടെ കണ്ണിപ്പെടണ്ടെന്ന് വിചാരിച്ച് അവിടെ ഒളിച്ചിരുന്നു. ആ നേരം വെളുത്തപ്പോഴേക്കും അവിടെ കെട്ടിപ്പിടിച്ച് നിധി കാക്കുന്ന ഭൂതം പോലെ പെട്ടിയും കെട്ടിപ്പിടിച്ച് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അവിടെ കുത്തിയിരുന്നു. നേരെ വെളുത്തപ്പോ അവളുടെ അച്ഛനും കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. പറഞ്ഞു പെട്ടെന്ന് 3 പ്രാവശ്യം പറഞ്ഞു. 1 2 3 സ്റ്റാർട്ട്. ആക്ഷൻ. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. 3 കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി. ഇവൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുമല്ലേ? അപ്പോൾ എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഞാൻ ആദ്യം ഒരാളെ വിളിക്കുകയാണ്. ആദ്യം വേദിയിലെത്തുകയും മനോഹരമായി പെർഫോം ചെയ്യുകയും മനോഹരമായി പാടുകയും ചെയ്ത എലിൻ മിസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സൺ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ ഇത് സ്യൂത്തി പെർഫ്യൂമാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിങ്ങളുടെ സുഗന്ധം ഒരു സിഗ്നേച്ചറായി മാറട്ടെ. ഓക്കെ, ഇനി വിളിക്കാം നാഫിയ. നാഫിയ വളരെ മനോഹരമായി തന്നെ വൈശാഖ സന്ധ്യയൊക്കെ മനോഹരമായി പാടി. നല്ല ആക്ടിംഗ് ആയിരുന്നു. കേരളത്തിലെ ആദ്യത്തെ പേഴ്സണൽ ഫ്രാഗ്രൻസ് കിറ്റ് റയൻ ആദംസ് നൽകുന്ന പെർഫ്യൂമാണ്. പെർഫ്യൂം കമ്പനിയാണ് അവരുടെ. ഓക്കെ, ഇനി നമുക്ക് വിളിക്കാം അനുപമ. അനുപമ എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിലുപരി എന്ത് ടങ് ട്വിസ്റ്റേഴ്സ് കൊടുത്താലും അത് അപ്പോഴും തന്നെ പറയും. ആൾ ഭയങ്കര എക്സ്പെർട്ടാണ്. 400 ടങ് ട്വിസ്റ്റേഴ്സ് ആൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അത്ര എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് നൽകുന്ന കേരളത്തിലെ എല്ലായിടത്തും എല്ലാ ബ്യൂട്ടി പാർലറുകളും ലഭ്യമായ, അതായത് നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള ഹെയറിനായാലും ശരി തന്നെ ഫേഷ്യലിനായാലും ഒക്കെ ഉപയോഗിക്കുന്ന അവരുടെ ഒരു നിവാമെഡിൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വിളിക്കാം അനീഷ. ഇവിടെ എന്താ അനീഷ ഇത്? അന്നേരം തൊട്ട് എല്ലാം പറ്റിക്കുകയാണല്ലേ. അപ്പോൾ അനീഷയ്ക്ക് സൺ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. അടുത്തതായി മിസ്റ്റർ ആദർശ്. ആദർശ് സൺ സൂര്യ കോമഡിയുടെ വക ഒരു ഗിഫ്റ്റ്. നെക്സ്റ്റ് അശ്വനി. സൺ സൂര്യ കോമഡിയുടെ വക ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളഞ്ഞമ്പലം എറണാകുളം. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് മനോഹരമായിരുന്നു, ഇതും വളരെ മനോഹരമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കോളേജിൽ അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നത് വരെയും ഗുഡ് ബൈ.